നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ നീലിമേനെ സച്ചി കാണുന്നില്ല കേട്ടോ. സച്ചിയാണ് സുധിയെ രക്ഷിക്കാൻ വന്ന സച്ചിയുടെ ആളെന്നുള്ള കാര്യവും നീലിമ അറിയുന്നില്ല. ഗുണ്ടകളൊക്കെ കൂടി കള്ളം പറയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ നീലിമയ്ക്ക് അതും മനസ്സിലായില്ല കേട്ടോ. നീലിമ വിളിച്ച് ശ്രുതിയോട് പറയുന്നുണ്ട്, നിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കും, നിന്റെയൊക്കെ അസ്ഥിവാരം മാറാൻ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇനി അതാണോ നമ്മളുടെ പിങ്കി നമ്മുടെ ചന്ദ്രോദയത്തിലേക്ക് എത്തിയെന്നുള്ള കാര്യത്തിലും ഒരു പിടിയില്ല കേട്ടോ. കാരണം തമിഴിനെ അപേക്ഷിച്ച് ഇപ്പൊ മലയാളത്തില് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ രേവതിയുടെ കാല് ശരിക്കും തന്നെ ഒടിഞ്ഞതുകൊണ്ട് കഥയിൽ മലയാളത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിരിക്കുകയാണ്. എന്തായാലും ആ ഒരു ട്വിസ്റ്റും ആ ഒരു കഥയിലെ ചേഞ്ചൊക്കെ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ഛമ്മ ഇത്രയും ദിവസവും നമ്മുടെ ശ്രുതിനെയും ചന്ദ്രോദയം ഒക്കെ ഭരിച്ച് നല്ല രീതിക്ക് മുമ്പോട്ട് കൊണ്ടുപോയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അച്ഛമ്മയ്ക്ക് 2 ദിവസത്തേന് പോയല്ലേ പറ്റുള്ളൂ. ആ സമയം നമ്മുടെ ശ്രുതിയാണെങ്കിൽ നന്നായി ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതേ സമയത്ത് വർഷയും ശ്രീകാന്തും ലീവ് എടുത്ത് ഹാഫ് ഡേ ലീവ് വാങ്ങി രേവതി നോക്കാനായിട്ട് കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അവരും റെഡിയാവുന്നുണ്ട്. ഇതേ സമയത്താണ് നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് വരുന്നത്. പിങ്കി എന്തായാലും അങ്ങോട്ടേക്ക് വന്നതിനെ വലിയൊരു പ്രശ്നത്തിന് തുടക്കമുടനാണ് കേട്ടോ. രേവതിയും സച്ചിയുമായുള്ള പൊസസീവ്നെസ്സും അടിയും വഴക്കൊക്കെ തുടങ്ങാൻ പോണേ ഉള്ളൂ. മറ്റൊരു സംശയം, ഇപ്പോൾ നമ്മുടെ ശ്രുതിക്കും പോലും കിടക്കാനായിട്ട് മുറിയില്ല. അപ്പോൾ നമ്മുടെ ഈ പിങ്കി എവിടെ കിടക്കുന്ന കാര്യത്തിലും ഒരു പിടുത്തവും ഇല്ല കേട്ടോ. അച്ഛമ്മ, പിങ്കി അങ്ങനെ പലരും ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അവിടെയുള്ള റൂം പ്രശ്നം കാരണം എല്ലാവരും എവിടെ കിടക്കുന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തവും ഇല്ല. താൻ ആഗ്രഹിച്ച ആ ഒരു സ്ഥലം കിട്ടാത്തത് കൊണ്ട് തന്നെ നീലിമ വല്ലാത്ത ദേഷ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ താൻ ആഗ്രഹിച്ച ആ പണം, ആ സ്ഥലം സ്വന്തമാക്കാൻ സാധിക്കാത്തതുകൊണ്ട് ശ്രുതി തൻ്റെ നിന്നും കൊണ്ടുപോയ ആ പണം തിരിച്ചു വാങ്ങാനായിട്ട് നീലിമ അവിടെ തന്നെ നിൽക്കുകയാണ്. കാനഡയിലേക്ക് തിരിച്ചു പോകുന്നില്ല കേട്ടോ. അവൾ ഒരു ലോങ് ലീവ് എടുക്കുന്നുണ്ട്. കാരണം ഇവിടെ നിന്നാൽ മാത്രമേ ശ്രുതിയുടെ കയ്യിൽ നിന്നും ആ പണം മേടിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ലക്ഷ്യം കൊണ്ട് തന്നെ നീലിമ ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ നീലിമയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ശ്രുതിയെയും വിളിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പൈസ ലഭിച്ചില്ലെങ്കിലും വേണ്ട, രണ്ടിനെ ഞാൻ കൊല്ലുമെന്നാണ് അവസാനമായിട്ട് നീലിമ പറഞ്ഞത്. അത്രമാത്രം നീലിമയ്ക്ക് രണ്ടുപേരോടും ഭയങ്കര ദേഷ്യം കേട്ടോ. വീട്ടുകാരൊന്നും അറിയാത്ത സന്തോഷത്തിലായിരിക്കും ശ്രുതിയും കൂടെ കൂടിയിട്ട് അവൾ എന്തെങ്കിലും കാണിക്കട്ടെ, നമുക്ക് പുറത്തേക്ക് ഒന്ന് കറങ്ങാൻ പോയി നല്ല സിനിമയൊക്കെ കണ്ട് നല്ല ഫുഡൊക്കെ അടിച്ച് ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് രണ്ടുപേരും കൂടി പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നീലിമയാണെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടിയുടെ ആളെ വീണ്ടും പോയി കാണുന്നുണ്ട്. 10 ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് നൽകിയിരുന്നല്ലേ, താങ്കളല്ലേ എന്നോട് പറഞ്ഞത് ആ സ്ഥലം ഞാൻ എത്ര താമസിച്ചാലും എൻ്റെ പേരിലേക്ക് എഴുതിത്തരാന്ന്, എന്നിട്ട് അവസാന നിമിഷം നിങ്ങൾ കാല് വാരിയല്ലേ എന്ന് ചോദിക്കുമ്പം അയാൾ പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ, നിങ്ങളല്ലേ കൃത്യസമയത്ത് വരാതിരുന്നത്, അത് പിന്നെ ഞാൻ തന്നോട് ചോദിച്ചല്ലേ 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതിയോന്ന്, അപ്പം നിങ്ങൾ തന്നെയല്ലേ സമ്മതിച്ചത് എന്ന് ചോദിക്കുമ്പം അത് പിന്നെ അപ്പം എനിക്ക് വേറെ പാർട്ടി വന്നു, നിങ്ങളെക്കാട്ടിലും 10-50 ലക്ഷം രൂപ കൂടുതലും തന്നു, പിന്നെ ഞാൻ 50 ലക്ഷം രൂപ വിട്ടുവേണ്ട കാര്യമുണ്ടോ എന്നയാൾ ചോദിക്കാണ്. നീലിമ പറയുന്നുണ്ട്, അങ്ങനാണെങ്കിൽ എൻ്റെ മേടിച്ച അഡ്വാൻസ് ഒക്കെ 10 ലക്ഷം രൂപ അതെങ്കിൽ തന്നേക്കെന്ന് പറയുമ്പം അഡ്വാൻസ് മേടിച്ചത് അങ്ങനെ ആരും തിരിച്ചു കൊടുക്കാറില്ലല്ലോ, അതുകൊണ്ട് നീലിമ ചെല്ല്, എനിക്ക് വേറെ പണിയുണ്ട് എന്നും പറഞ്ഞ് നീലിമനെ പുച്ഛിച്ചിട്ട് അയാളോട് നെണീച്ചു പോവാണ്. നീലിമയ്ക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് ചാടി എഴുന്നേക്കുന്നുണ്ട്. എന്നിട്ട് മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം കാരണക്കാരൻ അവൻ ഒറ്റയൊരുത്തനാ, ശ്രുതി. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോൾ ആ ക്യാഷ് വന്ന് ഇയാൾക്ക് കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ അന്ന് തന്നെ ഓക്കെ ആയിനെ, ബാക്കി തുകയും എൻ്റെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ നാണം കരണ്ടി വരില്ലായിരുന്നു എന്നൊക്കെ ഇവൾ മനസ്സിലോർക്കാറട്ടോ. അവൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നും അവൾ മനസ്സിലോർത്തുകൊണ്ട് അവിടെ ഒന്നും ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്ക് ടാക്സി വേണ്ടതുകൊണ്ട് തന്നെ സച്ചിയെ വിളിക്കുന്നുണ്ട്. സച്ചിയോട് ചോദിക്കുന്നുണ്ട്, അല്ല സച്ചി, ഭാര്യയുടെ കാലിനൊക്കെ എങ്ങനെയുണ്ട്, ഇപ്പൊ പ്രശ്നമില്ല ഉണ്ടോ? സച്ചി പറയാണ്, ഇല്ല ഇപ്പൊ വലിയ പ്രശ്നമൊന്നും ഇല്ല മേഡം. മേഡത്തിന് ഓട്ടം പോകാനാണോ? അതെ, എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 സ്ഥലങ്ങൾ വരെ പോകാനുണ്ട്, സച്ചിക്കൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം വരാം മേഡം, ഇന്നിവിടെ എൻ്റെ അനിയനും അനിയത്തിയൊക്കെ അവർ ലീവ് എടുത്തിരിക്കുക രേവതി നോക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഫ്രീയാ, ഞാൻ വരാം എന്നും പറയുന്നുണ്ട്. അങ്ങനെ രേവതിയിൽ പോയിട്ട് എനിക്ക് ഓട്ടമുണ്ട് എന്നും പറഞ്ഞിട്ട് സച്ചി നീലിമയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ നീലിമ അവളുടെ വക്കീലിൻ്റെ അടുത്തും അങ്ങനെ വേറെയും പ്രോപ്പർട്ടിയുടെയും കുറെ സ്ഥലങ്ങളിലൊക്കെ പോയി വരുന്നുണ്ട് കേട്ടോ. സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല മേഡം ഇന്നലെ തന്നെ പോകുന്നു പറഞ്ഞിട്ട് പോയില്ലേ മേഡം എന്ന് ചോദിക്കാണ്. ഇല്ല, അതിനിടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഞാൻ പറഞ്ഞിരുന്നല്ലോ എൻ്റെ പ്രോപ്പർട്ടിയുടെ രജിസ്ട്രേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, പക്ഷെങ്കിൽ അത് നടന്നില്ല എന്ന് പറയുമ്പോൾ സച്ചി ചോദിക്കാണ്, അതെന്താ മേഡം, അതെന്താ കാരണം എന്ന് ചോദിക്കുമ്പം അതൊക്കെ വലിയൊരു കഥയാ സച്ചി, ഒന്നും പറയണ്ട,
എന്നെ രണ്ടുപേരും കൂടി പറ്റിച്ചതാ. എന്റെ കാശും കൊണ്ട് അവർ കടന്നു കളഞ്ഞു. അയ്യോ മേഡം, പോലീസിൽ ഒരു പരാതി കൊടുക്കാറുന്നില്ലേ? അതിലൊന്നും യാതൊരു കാര്യമില്ല സച്ചി, കൈവിട്ട് പോയത് പോയി. അയ്യോ മേഡം, 50 ലക്ഷം രൂപയൊക്കെ അങ്ങനെ വെറുതെ കളയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ. നമ്മുടെ നീലിമ 50 ലക്ഷത്തിന്റെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. 50 ലക്ഷം രൂപ എന്നെ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറയാണ്. അപ്പൊ നീലിമ പറയുന്നുണ്ട്, അവരെ ഞാൻ എന്തായാലും വെറുതെ വിടില്ല, രണ്ടുപേരെയും ഞാനൊരു പാഠം പഠിപ്പിക്കും. അതിനുവേണ്ടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നതും എല്ലാം ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് സച്ചി. എന്തായാലും എന്നെ കബളിപ്പിച്ചേരെ അങ്ങനെ ഞാൻ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നീലിമ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾക്കന്ന് പോകേണ്ട സ്ഥലങ്ങളെല്ലാം നമ്മുടെ സച്ചി കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് വൈകുന്നേരം മുല്ലപ്പൂവും അതുപോലെ തന്നെ അലുവൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ സച്ചി വീട്ടിലേക്ക് ചെന്ന് കയറുന്നുണ്ട്. രേവതിക്കായിട്ടാണ് കേട്ടോ ഇത് വാങ്ങിക്കുന്നത്. ഇത് കാണുമ്പോഴേക്കും നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. സച്ചി സച്ചി വന്നോന്ന് ചോദിച്ചുകൊണ്ട് ഓടി നിന്ന് ഹഗ് ചെയ്യാണ് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. രേവതിയുടെ മുഖമൊക്കെ ദേഷ്യം കൊണ്ട് തുടുക്കാണ്. അപ്പോഴേക്കും ഇത് വർഷ കണ്ട് ചിരിക്കുന്നുണ്ട്. വർഷയ്ക്ക് മനസ്സിലാവുന്നുണ്ട്, രേവതി ചേച്ചി ഇത് ചേച്ചിക്കുള്ള പണിയാവോ എന്ന് ചോദിക്കുമ്പം പണിയാണെങ്കിലേ രണ്ടിനെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കും എന്നൊക്കെ രേവതി അവിടെ നിന്ന് പറയാണ്. അപ്പൊ രവി ചോദിക്കുന്നുണ്ട്, അല്ല പിങ്കിയെ നമ്മൾ എവിടെ കിടത്തും? അല്ലെങ്കിൽ തന്നെ ഇപ്പോ ശ്രുതിയും ഹാളല്ലേ കിടക്കുന്നേ എന്ന് പറയുമ്പോ പിങ്കി പറയുന്നുണ്ട്, അതിനെന്താ ഞാൻ രേവതിയുടെ കിടന്നോളാം. സച്ചി ആന്റി ഇപ്പൊ ഇല്ലല്ലോ, നീയെ രവിയങ്ങളിലൂടെ കിടന്നോ എന്നും പറയുമ്പോ അത് ശരിയാ മോളെ, മോക്കാണെങ്കിൽ രാത്രിക്ക് ഒരു ഹെൽപ്പ് ആവൂല്ലോ എന്ന് ചോദിക്കുമ്പം രേവതി പറയാണ്, അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് സച്ചിയേട്ടൻ തന്നെ വേണം. രാത്രിയിൽ എനിക്ക് ബാത്റൂമിൽ പോകാൻ എണീക്കാനും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യൊക്കെ വേണ്ടതാണ്. അതുകൊണ്ട് സച്ചിയേട്ടൻ തന്നെ വേണമെന്ന് പറയുമ്പോ പിങ്കി പറയുന്നുണ്ട്, അതിനെന്താ രേവതി, ഞാൻ നിന്നെ കൊണ്ടുപോയില്ലേ, എനിക്ക് അതിനൊക്കെ ഒരു കുഴപ്പമില്ല, എന്റെ സച്ചിയുടെ വൈഫല്ലേ നീ, അപ്പൊ നിന്നെ നോക്കേണ്ട കടമയൊക്കെ എനിക്കുള്ളതല്ലേ എന്ന് ചോദിക്കാണ്. അതൊന്നും വേണമെന്ന് പറയുമ്പം അതൊന്നും സാരമില്ലെന്നേ എന്ന് പിങ്കി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രിയിലേക്ക് കിടക്കുന്ന സമയമായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ ആ മുല്ലപ്പൂവും അലുവയായിട്ട് പതിയെ രേവതിയുടെ മുറിയിലേക്ക് വരുന്നുണ്ട് കേട്ടോ. മുറിയോട് കയറി വരുമ്പോഴേക്കും പിങ്കി കുളിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമായിരിക്കും. ഈ സച്ചിയുടെ കയ്യിൽ എന്തോ ഇരിക്കുന്ന പറഞ്ഞിട്ട് ഓടി വന്ന് പിങ്കി അത് പിടിച്ചു മേടിക്കാണ്. മുല്ലപ്പൂ അലുവേ കൊള്ളാലോ സച്ചി, എന്റെ ശീലങ്ങളൊന്നും നീ മറന്നിട്ടില്ലല്ലേ? കേട്ടോ രേവതി, പണ്ടോ ഇവൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എനിക്ക് അലുവാക്കി ഇടയ്ക്ക് വാങ്ങിച്ചോണ്ട് തരാറുണ്ടായിരുന്നു. എനിക്ക് മുല്ലപ്പൂ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇവൻ അന്നും മേടിച്ചോണ്ട് തരും. ഇപ്പൊ പിന്നെ ഇങ്ങനൊന്നും ഉപയോഗിക്കാറില്ല, എങ്കിലും സച്ചി കൊണ്ടുവന്നല്ലേ ഞാൻ വെച്ചോളാം, മറക്കാതെ നീ കൊണ്ടുവന്നല്ലോ എന്നും പറഞ്ഞിട്ട് അവൾ ആ മുല്ലപ്പൂ തലയിൽ വെക്കാം കേട്ടോ. രേവതിയുടെ മുഖത്തേക്ക് സച്ചി നോക്കുമ്പോഴേക്കും രേവതി ഇങ്ങനെ ഒരു രക്തരക്ഷസിനെ പോലെ ഇങ്ങനെ നിൽക്കാണ്. അതിനുശേഷം ആ അലുവ എടുത്ത് മുറിച്ച് അവൾ കഴിച്ചിട്ട്, രേവതി നിനക്ക് വേണോ എന്ന് ചോദിക്കാണ്. എനിക്ക് വേണ്ട എന്ന് കടുപ്പിച്ച് പറയുമ്പം അത് സാരില്ല, നീ ഒരു പീസ് കഴിച്ചു നോക്കി, സൂപ്പറാണ് എന്നും പറഞ്ഞിട്ട് അവളുടെ കയ്യിലും കൊടുക്കുന്നുണ്ട്. സച്ചിയെ നോക്കി പല്ലിറുമ്മിക്കൊണ്ട് അവൾ ആലുവ കടിച്ചു വലിക്കുന്നുണ്ട് കേട്ടോ. സച്ചി മനസ്സെടുക്കാണ്, ഈശ്വര ഇവളെന്താ ഇങ്ങനെ തുടങ്ങുന്നേ, എന്നെയും കൂടി കടിച്ചിരുന്ന പോലെ നോട്ടാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിങ്കി പറയുന്നുണ്ട്, ഞാനെന്തായാലും താഴെ പോയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരാം എന്നും പറഞ്ഞ് താഴേക്ക് പോവാണ്. രേവതി പറയുന്നുണ്ട് കേട്ടോ, ഓ എന്താ ഒരു സ്നേഹം, അവള് വന്നില്ല, അതിനു മുമ്പേ അവൾ കലുവ മുല്ലപ്പൂ എന്തൊക്കെയാ, പണ്ടും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലേ എന്റെ പൊന്ന് രേവതി. അവള് ചുമ്മാ പറയുന്നതാ, ചെറുപ്പത്തിലെങ്ങാണ്ട് ഞാനിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പൊ സത്യമായിട്ടും ഞാൻ നിനക്ക് കൊണ്ടുവന്ന അത് മനസ്സിലായി. കുറച്ച് ദിവസമായിട്ടില്ലാഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടുവരണമെങ്കിലേ അത് അവക്കായിട്ട് തന്നെയുള്ളതല്ലേ? അല്ല രേവതി, സത്യമായിട്ടല്ല, ഇത് ഞാൻ നിനക്ക് കൊണ്ടുവന്ന, സത്യമായിട്ടും ഞാൻ നിനക്ക് കൊണ്ടുവന്ന തന്നെയാന്ന് പറയുന്നുണ്ട് കേട്ടോ. മനസ്സിലായി. അവൾ എന്നിട്ട് അത് വാങ്ങിച്ചപ്പോ ഒരു മറുപടി പോലും പറഞ്ഞില്ലല്ലോ, അവന്റെ ഭാര്യയ്ക്കാണെന്ന് നിങ്ങൾ പറഞ്ഞോ? ഞാൻ എങ്ങനത് പറയും രേവതി, അവൾ വന്ന് എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മേടിക്കല്ലായിരുന്നോ? ആ സമയത്ത് അത് എന്റെ ഭാര്യയ്ക്കുള്ളതെന്നൊക്കെ പറഞ്ഞ അവക്ക് വിഷമാവില്ലേ? ഓ അവക്ക് അവിടെ വിഷമം മാത്രമേ അപ്പൊ നിങ്ങൾ നോക്കാറില്ലോ അല്ലേ? അപ്പൊ എന്റെ വിഷമം നിങ്ങൾ കാണുന്നില്ല അല്ലേ? അവക്ക് കൊണ്ട് കൊടുത്തപ്പോ ഞാൻ വിഷമിച്ചത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ അത് പിന്നെ രേവതി അതൊക്കെ എനിക്കറിയാം, എങ്കിലും എന്തെങ്കിലും മനസ്സിലായി, നിങ്ങളുടെ മനസ്സിലിപ്പോ അവളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പം എന്താ രേവതി എങ്ങനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? വേണ്ട, എന്നോടൊന്നും മിണ്ടണ്ട, പൊക്കോ പോയി എവങ്ങടച്ച് കിടന്നോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പിങ്കി വന്നിട്ട് മതി സച്ചി അങ്ങ് പോയിക്കോ, ഞാൻ ഇവളെ നോക്കിക്കോളാം കേട്ടോ, നീ പേടിക്കൊന്നും വേണ്ടെന്നും പറഞ്ഞിട്ട് സച്ചി പുറത്താക്കി ഡോറടയ്ക്കുന്നുണ്ട്. കിടക്കാൻ രേവതി എന്നും പറഞ്ഞ് രേവതിയെ പിങ്കി കിടത്തുന്നുണ്ട്. അവളുടെ കൂടെ തന്നെ കിടക്കാണ്. സച്ചി കൊണ്ടുവന്ന മുല്ലപ്പൂവും തലയിൽ വെച്ച് കിടക്കുന്ന പിങ്കിയെ കാണുമ്പോൾ രേവതി ഇങ്ങനെ മനസ്സിൽ സ്വപ്നം കാണുന്നു കേട്ടോ. ഒറ്റ ചവിട്ടിന് വയ്യാത്ത കാലും കൊണ്ട് ഒറ്റ ചവിട്ടി ഓട്ടി പിങ്കിയെ ചവിട്ടി താഴെ ഇടുന്നത്. പിങ്കി അയ്യോന്ന് കാറിക്കൊണ്ട് നിലവിളിക്കുന്നതായിട്ടും ഇവള് സ്വപ്നം കണ്ട് ചിരിക്കാണ്.
പിങ്കി ചോദിക്കുന്നുണ്ട്, എന്താ രേവതി എന്താ ചിരിക്കുന്നത് ചോദിക്കുമ്പം ഒന്നുമില്ല, ഞാനൊരു സ്വപ്നം കണ്ടതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ രാത്രി വിളിച്ചേക്കണം കേട്ടോ, എനിക്ക് നല്ല ഉറക്കപ്രാന്ത, അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോവും, എന്നെ ഒന്ന് വിളിച്ചേക്കണേ എന്നും പറഞ്ഞിട്ട് അവളും കിടക്കുന്നുണ്ട് കേട്ടോ. സച്ചിക്കാണെങ്കിലോ ഒരു സമാധാനം ഇല്ല. ഇത്രയും ദിവസമായിട്ട് രേവതിയെ പൊന്നുപോലെ നോക്കി രേവതിയെ കെയർ ചെയ്ത് അവളുടെ കൂടെ തന്നെ ഇല്ലായിരുന്നോ, ഇപ്പൊ മാറിക്കിടന്നിട്ട് അവനൊരു സമാധാനം ഇല്ല കേട്ടോ. അവൻ ഹാളിൽ കൂടെ ഒക്കെ തേരാപ്പാറ നടക്കായിരിക്കും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്നിട്ട് രവി ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നിനക്ക് ഉറക്കം വരുന്നില്ലെന്ന് ചോദിക്കുമ്പം അത് പിന്നച്ചാ ഇത്രയും ദിവസവും രേവതിയെ പരിചരിച്ച് കൂടെ തന്നെ ഞാനില്ലായിരുന്നോ, അവക്ക് രാത്രിയിലൊക്കെ മിക്കവാറും പെയിൻ ഉണ്ടാവാനുള്ളതാ, പെയിൻ ഉണ്ടായോ, അവളെ എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് മനസ്സിലൊരു വിഷമം പോലെ. രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നേ, അവിടെ പിങ്കി ഉണ്ടല്ലോ, അവളെ നന്നായിട്ട് നോക്കിക്കോളും, നീ ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറയാണ്. മോൻ വന്ന് കിടക്ക് എന്നും പറഞ്ഞ് രവി അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവാണ്. നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആരും കാണാതെ രാവിലെ 7 മണിക്ക് തന്നെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ നോക്കാണ്. അവിടെ നിന്നിട്ട് ഇറങ്ങി ഒറ്റ പോക്കും പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വണ്ടി പോകുന്ന സൗണ്ട് കേട്ട് സച്ചി ചോദിക്കാണ് അച്ഛനോട്, അല്ലച്ചാ രാവിലെ 7 മണിയല്ലേ ആയുള്ളൂ, ഇപ്പൊ ഇവിടെ നിന്ന് ആരാ ഇറങ്ങിപ്പോയത് എന്ന് ചോദിച്ചിട്ട് അവർ പുറത്തേക്ക് നോക്കുമ്പം അച്ഛാ സുധീരെ കാറ് കാണുന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പോഴേക്കും വർഷ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്റെ സച്ചിയേട്ടാ കാര്യം മനസ്സിലായില്ലേ, ഇവിടുത്തെ ജോലി ചെയ്യാതിരിക്കാനേ സുധി ചേച്ചിയും സുധിയേട്ടനും കൂടെ ഇവിടുന്ന് രാവിലെ മുങ്ങിയിടാ എന്ന് പറയാണ്. രണ്ടും കൊള്ളാം, അച്ഛമ്മയുണ്ടായിരുന്ന എത്ര ദിവസം എന്തൊരു പാവും എന്തൊരു മര്യാദക്കാരിയായിരുന്നു, പാള് കേട്ടത്തി അച്ഛമ്മ പോയതും വീണ്ടും തുടങ്ങിയത് കണ്ടോ, സാരല്ലടാ 2-3 ദിവസം കഴിയുമ്പം അച്ഛമ്മ ഇങ്ങ് വരുമല്ലോ, അവളെ ബാക്കി ഇതൊക്കെ അച്ഛമ്മ ചെയ്യിപ്പിച്ചോളും എന്ന് പറയാണ്. വർഷ പറയുന്നുണ്ട്, സച്ചിയേട്ടാ ദാ ഞാൻ ഇട്ട കോഫിയാ, എങ്ങനെയുണ്ടെന്ന് നോക്ക്, രേവതിച്ചിട്ട് എത്ര നോക്കില്ല എങ്കിലും കുടിക്കാം, തരക്കേടില്ല എന്ന് പറയാൻ കേട്ടോ. താങ്ക്സ്, ഞാൻ അടുക്കളയിലേക്ക് വരാമെന്നും സച്ചി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവള് ചായ വെച്ച് കൊടുത്തിട്ട് സച്ചി പറയുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ചായ തന്നെയാണ് എന്നും പറയുന്നുണ്ട്. ഞാനെങ്കിലേ കൊണ്ട് രേവതിച്ചിക്ക് കൊടുത്തിട്ട് വരട്ടെ എന്ന് പറയുമ്പം രവി പറയാണ്, അല്ല അവിടെ മറ്റൊരാൾ കൂടി ഉണ്ട് വർഷേ എന്ന് പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാമെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ സച്ചിയേട്ടാ രേവതി ചേച്ചിക്ക് മറ്റേ പുള്ളിക്കാരനത് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. രവി ചോദിക്കാണ്, അതെന്താ മോളെ, അല്ല ആ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം ഈ സച്ചേട്ടനുമായിട്ടാണല്ലോ, അത് രേവതി ചേച്ചിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല, ഇവരുടെ ഹഗ് ചെയ്തതും ഭയങ്കര സ്നേഹത്തോടെ ഇരിക്കുന്നതൊക്കെ ചേച്ചി പല്ലും കടിച്ചാ നോക്കിക്കൊണ്ടിരുന്നത്, അതുകൊണ്ട് ഒന്ന് സൂക്ഷിച്ചോ എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോവാണ്. അതെ അച്ഛാ, ഇന്നലെ രാത്രിയിലെ ഞാൻ രേവതിക്ക് അലുവയും മുല്ലപ്പൂ ഒക്കെ വാങ്ങിക്കൊണ്ട് വന്നപ്പോ അത് പിങ്കി കാണുന്നു കരുതിക്കൊണ്ട് പിങ്കി അത് പിടിച്ചു മേടിച്ചു, അതും കണ്ട് കരുതുള്ളി രേവതി ഭയങ്കര പ്രശ്നമായിരുന്നു പറയുന്നുണ്ട്. ആഹാ ഇത് കൊള്ളാലോടാ, പതിയെ രേവതിയുടെ മനസ്സിലെ കുശുമ്പൊക്കെ പുറത്തേക്ക് വരുവാണോടാ, നിന്നോടുള്ള കുശുമ്പാടാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ രേവതിക്ക് എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് വർഷയുടെ പിന്നാലെ തന്നെ സച്ചിയും പോവാണ്. ഡോറിൽ മുട്ടുമ്പോഴേക്കും പിങ്കി കഥ തുറക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ആഹാ ചായയൊക്കെ ആയിട്ട് എത്തിയോ വർഷേ എന്ന് ചോദിക്കാണ്. അതെ വലിയ ടേസ്റ്റുള്ള ചായ ഒന്നുമല്ല കേട്ടോ എന്ന് പറയുമ്പം അതൊന്നും സാരില്ലെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നുണ്ട്. സച്ചി നോക്കുമ്പോഴേക്കും രേവതിനെ രാവിലെ തന്നെ നമ്മുടെ പിങ്കി ആണെങ്കിൽ കുളിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടോ, കുളിക്കാനൊക്കെ അവളെ ഹെൽപ്പ് ചെയ്തു. അതിനുശേഷം അവളെ പല്ലൊക്കെ തേപ്പിച്ച് ഫ്രഷൊക്കെ ആക്കിയിട്ട് അവിടെ ഇങ്ങനെ വീൽ ചെയറിൽ ഇരുത്തിയിരിക്കുകയായിരിക്കും. സച്ചി ചോദിക്കാണ്, ആഹാ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ, ആ പിങ്കി എന്നെ രാവിലെ കുളിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഞാൻ പറയായിരുന്നു കുളിയും കഴിഞ്ഞ് പല്ലുതിപ്പും കുളിയും എല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് താഴേക്ക് പോവാന്ന്, ഈ മുറിത്തന്നെ അടച്ചിരുന്നാലേ ശ്വാസം മുട്ടില്ലേ എന്ന് പിങ്കി പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ പുറത്തേക്ക് കൊണ്ടുവരായിരുന്നു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഈ ചായ മേടിച്ച് കുടിച്ചുകൊണ്ട് എല്ലാവരും താഴേക്ക് വരുന്നുണ്ട്. എന്നിട്ട് രേവതി ചോദിക്കുന്നുണ്ട്, അല്ലച്ചാ ശ്രുതി എവിടെയെന്ന് ചോദിക്കുമ്പം നന്നായി, ശ്രുതിയെ രാവിലെ മുങ്ങി, ശ്രുതിയും കൂടി രാവിലെ 7 മണിയായപ്പോളെ ഇവിടുന്ന് വിട്ടുപോയി, ഇനിയിപ്പോൾ വിളിച്ചാ രണ്ടുപേരെ ഫോണിന് സ്വിച്ച് ഓഫ് ആയിരിക്കും, അച്ഛമ്മ ഇവിടെ ഇല്ലല്ലോ, പിന്നെ രണ്ടുപേർക്കും എന്ത് വേണേലും ആകാമല്ലോ എന്ന് പറയുന്നുണ്ട്. അയ്യോ അച്ഛാ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്ത് ചെയ്യും? പിങ്കി പറയുന്നുണ്ട്, അതെന്ന് ടെൻഷൻ അടിക്കുന്നേ, ഇവിടെ ഇത്രയും പേരില്ലേ, പിന്നെ ഇതിന്റെ വിഷമം. വർഷേ നിനക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ അറിയോ? എനിക്കൊന്നും അറിയില്ല. എനിക്കും അങ്ങനെയൊക്കെ തന്നെയാ, സാരയില്ല. ശ്രീകാന്ത് ഇല്ലേ ഇവിടെ എന്ന് ചോദിക്കുമ്പം ശ്രീകാന്ത് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഒക്കെ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാം, അപ്പൊ പിന്നെ പണി കഴിഞ്ഞല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ.
അങ്ങനെ വർഷയും ശ്രീകാന്തും പിങ്കിയും സച്ചിയും അച്ഛനൊക്കെ കൂടിയിട്ട് അടുക്കളയിൽ നല്ലവണ്ണം തകൃതിയായിട്ട് പാചകമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എന്തോ എടുത്തിട്ട് തിരിയുമ്പോഴേക്കും പിങ്കിയുടെ കാല് സ്ലിപ്പായി സച്ചിയുടെ മേത്തേക്ക് പോയി വീഴുന്നുണ്ട്. അടുക്കളയിലെ ഈ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന രേവതി ഇത് കണ്ട് ഞെട്ടിപ്പോവാണ് കേട്ടോ. സച്ചി ആണെങ്കിലോ അവള് വീഴാതെ അവളെ ക്യാച്ച് പിടിക്കുകയാണ്. രണ്ടുപേരും കണ്ണി നോക്കി നിൽക്കുന്നത് കണ്ട് രേവതി ആകെപ്പാടെ കലിപ്പിച്ച് തുള്ളി നിൽക്കുകയാണ്. ഇവരിങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ട് വർഷ ഇവരെ നോക്കുന്നുണ്ട്, രേവതിയെ നോക്കുന്നുണ്ട്. വർഷയ്ക്ക് നല്ല ചിരി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രേവതി ചേച്ചി ഞാൻ അങ്ങോട്ടേക്ക് നീക്കി നിർത്തട്ടെ എന്ന് ചോദിക്കുമ്പം എന്തിനാ ഈ സീനൊന്നും കാണാതിരിക്കാൻ വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പം ഏയ് അതിനൊന്നും അല്ല എന്നും പറഞ്ഞിട്ട് വർഷ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ശ്രുതിയാണെങ്കിൽ അവർ നേരെ ഷോപ്പിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഇവളുടെ ഷോപ്പിലാണെങ്കിൽ ഈ ചേട്ടി ഇരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ഹോം അപ്ലയൻസ് ഷോപ്പിലേക്ക് ഇവർ പോവാണ്. അവിടെ ചെന്നിട്ട് കച്ചവടവും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, ഓ രക്ഷപ്പെട്ടു, എത്ര ദിവസം കൊണ്ട് ഞാൻ ആ വീട്ടിലെ ജോലി ചെയ്യാൻ ശ്രുതി, ഞാൻ മടുത്തു. അല്ല വർഷയെ കൊണ്ട് ചെയ്യിപ്പിച്ച എന്താ കുഴപ്പം? വർഷയെ കൊണ്ട് ഒരു പണിയും ചെയ്യിപ്പിക്കില്ല, അച്ഛമ്മ എന്നെ കൊണ്ട് മാത്രമാണ് എല്ലാ പണിയും ചെയ്യിപ്പിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാ, നമുക്കത് ചോദിക്കണം, എല്ലാ പണി എന്തിനാ നിന്നെ കൊണ്ട് മാത്രം ചെയ്യിക്കുന്നേ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇപ്പൊ എങ്ങനെ പറയും അച്ഛമ്മയെ കാണുമ്പോഴേ നിങ്ങളുടെ മുട്ട് വിറയ്ക്കും എന്ന് പറയുമ്പോ ശ്രുതി പറയുന്നുണ്ട്, അച്ഛമ്മയെ പഴയ കളറിയാ, ഈ സച്ചി ഇങ്ങനെ അടിപിടിയൊക്കെ ആയിപ്പോയത് ഈ അച്ഛമ്മ കാരണാണ്. അതേ സ്വഭാവ അച്ഛമ്മയ്ക്കും. അച്ഛമ്മ രണ്ടെണ്ണം തന്നാലേ നമ്മളൊക്കെ തല ഇറങ്ങി താഴെ കിടക്കും, പിന്നെ എണീക്കണമെങ്കിൽ 2 ദിവസം കഴിയും എന്ന് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിനാണെങ്കിൽ വീണ്ടും നീലിമയാണെങ്കിൽ ഓട്ടം വിളിക്കുന്നുണ്ട് കേട്ടോ. സച്ചി അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്, ഇതുപോലെ എനിക്കൊരു ഓട്ടം ഉണ്ട്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോവാണ്. അങ്ങനെ നീലിമയുടെ കാര്യങ്ങളെല്ലാം സച്ചി പോയിട്ട് കൊണ്ടുപോകേണ്ടടുത്തെല്ലാം കൊണ്ടുപോകും വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയത്ത് ചന്ദ്രയാണെങ്കിലോ ശ്രുതിയെ വിളിക്കുന്നുണ്ട്, മോളെ നീ എവിടാന്നൊക്കെ പറഞ്ഞ് വിളിക്കാണ്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മയെങ്കിലും നല്ല പണിയാ കാണിച്ചത്, അമ്മ എന്തിനാ എന്നെ ഇട്ടിട്ട് പോയത്? 2 ആഴ്ചയായി അമ്മ പോയിട്ട്. ഇവിടെ അച്ഛമ്മ വന്നിരുന്നു, അറിഞ്ഞു മോളെ, അമ്മ വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. ആ അതല്ലേ അറിഞ്ഞുള്ളൂ, എന്നെ ഇട്ടിട്ട് കൊല്ലാക്കൊല ചെയ്യായിരുന്നു, അതുമല്ല അമ്മ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കാണ്. ഒന്നും പറയണ്ട, എന്നെ ഇരട്ടെ എന്തൊക്കെ കഷ്ടപ്പെടുത്തിന്നറിയോ? തുണി അലക്കിച്ചു, അതും അലക്കുകലയില് പെര തൂത്തു, മിറ്റം തൂത്തു, പെര മൊത്തം തുടച്ചു, അതുപോലെ ആ രേവതിനെ തുടച്ചു, അവക്ക് ആഹാരം ഉണ്ടാക്കി, എന്തൊക്കെ പണിനെ കൊണ്ട് ചെയ്യിച്ചെന്നറിയാമോ? 2 ദിവസം കൊണ്ട് എന്റെ നടുവൊന്നും അനക്കാൻ വയ്യ എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അല്ല എന്നിട്ടിപ്പോ അച്ഛമ്മ എവിടെ എന്ന് ചോദിക്കുമ്പോ അച്ഛമ്മ തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അല്ല വേറെ അവതാരം വന്നിട്ടുണ്ടല്ലോ, ആ പിങ്കി ആണോ, അവള് വന്നോ? ആ അതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഇനിയിപ്പോ അച്ഛമ്മ തിരിച്ച് എന്നാ വരുന്നേ എന്ന് ചോദിക്കുമ്പം അറിയില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ടെന്നാ പറഞ്ഞത്. അല്ല അപ്പൊ ഇപ്പൊ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്ന ശ്രുതി എന്ന് ചോദിക്കുമ്പം ഇപ്പോ വർഷയും അങ്കിളും സച്ചിയും ശ്രീകാന്തും എല്ലാം കൂടെയാ അടുക്കളയിൽ എന്ന് പറയുന്നുണ്ട്. അച്ഛമ്മ ഉണ്ട് ഇത്രയും ദിവസം അച്ഛമ്മയായിരുന്നു, അച്ഛമ്മ എന്നെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു, അച്ഛമ്മ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. അല്ലേ ആന്റി, ഇന്ന് 15 ദിവസമായില്ലേ ആന്റി പോയിട്ട്? 15 ദിവസമല്ലേ ആന്റിക്ക് ട്രിപ്പുള്ളൂ, തിരിച്ചു വരാറായില്ലേ എന്ന് ചോദിക്കാണ്. അത് പിന്നെ മോളെ 1-2 ദിവസം കൂടെ ട്രിപ്പ് കാണും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ശ്രുതി ചോദിക്കാണ്, അതെന്ത് ട്രിപ്പാ? 15 ദിവസമല്ലേ ആ ട്രിപ്പ് പറഞ്ഞിട്ടുള്ളൂ, അതേ കൂടുതൽ ടൈം എടുക്കാൻ അവർ സമ്മതിക്കില്ലല്ലോ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ സമ്മതിക്കുകയൊക്കെ ചെയ്യും മോളെ, എന്നാ ശരി ഞാൻ വെക്കട്ടെ, 2-3 ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് കട്ടാക്കാണ്. എന്നിട്ട് നമ്മുടെ ചന്ദ്രയാണെങ്കില് ഭാമയോട് പറയുന്നുണ്ട്, അച്ഛമ്മ തിരിച്ച് നാട്ടിലേക്ക് പോയെന്നാ പറഞ്ഞത്, അവളുടെ കാലിന് ഇതുവരെ ഒരു കുറവുമില്ല. ഞാൻ വന്നിട്ടിപ്പോ 2 ആഴ്ചയായില്ലേ, 15 ദിവസം എന്നിട്ട് ഇനിയും 4 ആഴ്ച അവളുടെ കാൽ അങ്ങനെ തന്നെ ഇരിക്കും. ഇത്രയും ദിവസം ഞാൻ വീട്ടിലെ പണി ചെയ്യാതെ മാറിയെന്ന് സന്തോഷിച്ചു, ഇനി ഇപ്പൊ അത് പറ്റില്ലെന്നാ തോന്നുന്നേ. ശ്രുതി വിളിച്ചിട്ട് വരാൻ പറയാ, 2 ദിവസം കൂടി എന്നൊക്കെ പറഞ്ഞ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാന്ന് പറയുമ്പോ ഭാമ പറയുന്നുണ്ട്, അതെങ്ങനെ ചന്ദ്രേ, നമ്മൾ ഇന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോവല്ലേ? ഇവിടെ അധിക ദിവസം നിൽക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ ബസ്സിനല്ലേ വന്നേ, എല്ലാവർക്കും പോകേണ്ടവരല്ലേ, നമ്മൾ 2 പേർക്ക് വേണ്ടി ഇവരെല്ലാരും കൂടി 2-3 ദിവസം നിൽക്കില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇനിയിപ്പോ എന്ത് ചെയ്യും ഭാമ എന്ന് ചോദിക്കാണ്. ഞാനൊരു കാര്യം പറയാം, തിരിച്ചു വന്ന വിവരം നീ വീട്ടിലറിയിക്കണ്ട, നീ എന്റെ വീട്ടിൽ വന്ന് 2-3 ദിവസം നിൽക്ക്, നീ ഇപ്പോഴും ആ സ്ഥലത്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ട്. ആ അത് നല്ല ഐഡിയ അല്ലേ എന്ന് ചന്ദ്രൻ ചോദിക്കാം കേട്ടോ. എന്തായാലും അച്ഛമ്മ ഇപ്പൊ ഇവിടെ ഇല്ല, അച്ഛമ്മ 2-3 ദിവസം കഴിയുമ്പോൾ വരുന്ന ശ്രുതി പറഞ്ഞത്, അപ്പൊ പിന്നെ എനിക്ക് അങ്ങോട്ട് പോവാതിരിക്കാൻ പറ്റില്ല. കുറച്ച് ദിവസം കൂടി നമുക്ക് ഈ പ്ലാൻ ഒന്ന് നീട്ടിയാൽ മതിയായിരുന്നു എന്ന് ചന്ദ്ര പറയുമ്പോ
മാമ പറയുന്നുണ്ട്, ഇത്രയും ദിവസം ബാക്കി എല്ലാവരും കൂടിയൊക്കെ ഹെൽപ്പ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഇനി ഹെൽപ്പ് ചെയ്യും. പിന്നെ നിന്റെ മരുമകൾ ശ്രുതി ഉണ്ടല്ലോ, ഇത്രയും ദിവസം ജോലി ചെയ്യുന്ന നീ ആയിരുന്നില്ലേ പറഞ്ഞത്, നീ ചെന്ന് കഴിയുമ്പോഴും രണ്ടുപേരും കൂടി ജോലി ചെയ്യേ, അപ്പൊ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കണം, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും. അച്ഛമ്മയും കൂടി വന്നാൽ പിന്നെ അവസ്ഥ നിനക്കറിയാലോ, എന്റെ അമ്മായിമ്മ എന്ന് പറഞ്ഞ ഭീകരി വന്നാലേ എന്നെ എടുത്തു കൊടുക്കും എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടുകാരെ ആരെയും അറിയിക്കാതെ തന്നെ ട്രിപ്പ് പോയ ചന്ദ്രയും ഭാമയും കൂടി തിരികെ ഭാമയുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ചന്ദ്ര പറയാണ്, വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാ തീർന്നു. ആരും അറിയാനൊന്നും പോകുന്നില്ല. 2-3 ദിവസമൊക്കെ നിനക്ക് പിടിച്ചു നിൽക്കാം, അത് കഴിഞ്ഞ് നീ പോയല്ലേ പറ്റുള്ളൂ. 15 ദിവസം എന്ന് പറഞ്ഞിട്ടല്ലേ വന്നത്, ഇനിയിപ്പോ അത് കൂടുതലായാല് വീട്ടുകാർ സംശയിക്കില്ലെന്ന് ചോദിക്കാണ്. അതൊക്കെ ശരിയാ, എന്തായാലും എന്റെ അമ്മായിമ്മ വന്നാലേ എന്നെ പിടികൂടും എന്ന് പറയുന്നതിന് കേട്ടോ. അങ്ങനെ സച്ചിയാണെങ്കിൽ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റാൻഡിൽ നിൽക്കായിരിക്കും. ഈ സമയത്ത് ചന്ദ്രയുടെ കൂടെ ബസ്സിലുണ്ടായിരുന്ന ഒരു ഫാമിലി അതിലെ പോകുന്ന സച്ചി കാണുകയാണ്. സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ തീർത്ഥാടന യാത്രയൊക്കെ കഴിഞ്ഞോ, നിങ്ങളെന്താ നേരത്തെ പോന്നേ? നേരത്തെ ഒന്നല്ല, ഞങ്ങളെല്ലാം ഒരുമിച്ചല്ലേ പോയത്, ഒരുമിച്ച് തിരിച്ചു വന്നു. അല്ല എന്റെ അമ്മയും ഭാമയാന്റിയും നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നോ? അവരും തിരികെ വന്നല്ലോ, അവര് ഭാമയുടെ വീട്ടിലിറങ്ങി, ഞങ്ങൾ ഇങ്ങോട്ടും പോന്നു. നിങ്ങൾ എപ്പോഴാ വന്നേ എന്ന് ചോദിക്കാണ്. ഞങ്ങൾ രാവിലെ വന്നു എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി ഓർക്കുന്നുണ്ട്, അല്ല അമ്മ വരുന്ന കാര്യമൊന്നും അച്ഛൻ പറഞ്ഞില്ലല്ലോ, ഇന്നലെ കൂടി ചോദിച്ചപ്പോ 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ളൂന്നല്ലേ പറഞ്ഞത് എന്ന് ആലോചിക്കാണ്. അങ്ങനെ സച്ചി അവിടെ നിന്നുകൊണ്ട് അവന്റെ അച്ഛനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അച്ഛ, അമ്മ വീട്ടിലേക്ക് വന്നോ എന്ന് ചോദിക്കുമ്പോ അച്ഛൻ പറയുന്നുണ്ട്, ഇല്ല മോനെ, അവരവിടുന്ന് വന്നിട്ടില്ല, 2-3 ദിവസം കൂടി ട്രിപ്പ് ഉണ്ടെന്നാ പറഞ്ഞത് എന്ന്. അച്ഛനോട് ആരാ പറഞ്ഞേ? അത് നിന്റെ അമ്മ തന്നെയാ പറഞ്ഞത്. ഭാമയാന്റിയും മോന്റെ അമ്മയും ബാക്കി എല്ലാവരും 3 ദിവസം കൂടി അവിടെ സ്റ്റേ ചെയ്യാൻ പോവാണെന്ന്, അതിനുശേഷമേ വരുള്ളൂ എന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛനെങ്കിലേ റെഡിയായിട്ട് നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാണ്, ഒരു സ്ഥലം വരെ പോവാം. എവിടെയാ മോനെ? അതൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി വണ്ടി എടുത്തോണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോഴേക്കും ഓട്ടോ വിളിച്ച് നമ്മുടെ അച്ഛമ്മയും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അച്ഛമ്മ ചോദിക്കാണ്, ആഹാ സച്ചി, ഓട്ടോ കഴിഞ്ഞ് എത്തിയോന്ന് ചോദിക്കാണ്. അച്ഛമ്മയോട് ഞാൻ പറഞ്ഞില്ലേ, വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ കൂട്ടാൻ വരാന്ന്. നിനക്ക് ഓട്ടോ ഒക്കെ കാണില്ലേ, ഞാൻ അവിടെ വരെ ബസ്സിന് വന്നു, കവലെ ഇങ്ങോട്ട് ഓട്ടോ പിടിച്ചതേ ഉള്ളൂ എന്നും പറയുന്നതിന് കേട്ടോ. അച്ഛൻ ഒരുങ്ങി നിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ അച്ഛമ്മയോട് ചോദിക്കാണ്, അല്ല എങ്ങോട്ട് പോവാ രവിയും നീയും കൂടി എന്ന് ചോദിക്കുമ്പോ അച്ഛമ്മയും വരണം, അത്യാവശ്യമായിട്ട് ഒരാളെ കാണാൻ പോവാനാന്ന് പറയുന്നുണ്ട്. എങ്ങോട്ടാടാ? ഞാൻ ഈ സഞ്ജയൊക്കെ അകത്തോട്ട് വെക്കട്ടെ, സഞ്ജയൊക്കെ വാതിക്കലോട്ട് വെക്ക്, ആരെങ്കിലും എടുത്ത് അകത്തോട്ട് വെച്ചോളും എന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വർഷയാണെങ്കിൽ രേവതി തള്ളിക്കൊണ്ട് വരാണ്. എവിടെ പോവാ സച്ചിയേട്ടാ? അച്ഛൻ എപ്പോഴാ വന്നേ? എല്ലാരും കൂടി എങ്ങോട്ട് പോവാൻ ചോദിക്കുമ്പം അതൊക്കെയുണ്ട്, ഞങ്ങളെ മുഖ്യമായ ഒരാളെ കാണാൻ പോവാ, വർഷേ ഇതൊക്കെ ഒന്ന് അകത്തോട്ട് വെച്ചേക്കണേ, ഞങ്ങൾ ഇപ്പൊ വരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛനെയും കൂടി വണ്ടിയിൽ കയറ്റിക്കൊണ്ട് നമ്മുടെ സച്ചി പോവാണ്. ഈ സമയത്ത് രേവതി ചോദിക്കാണ്, അല്ല എങ്ങോട്ടായിരിക്കും അവര് പോയത്? ചേച്ചിയോടൊന്നും പറഞ്ഞില്ലേ, എന്നോടൊന്നും പറഞ്ഞില്ല വർഷേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി വണ്ടിയിൽ വെച്ചിട്ട് അച്ഛമ്മയോട് പറയുന്നുണ്ട്, അച്ഛമ്മ വണ്ടി സച്ചിയോട് ചോദിക്കാണ്, എടാ എങ്ങോട്ടാടാ പോണേ എന്ന് ചോദിക്കാണ്. അതൊക്കെ ഉണ്ടെന്ന് പറയാണ്. അച്ഛമ്മ രവിയോട് ചോദിക്കുന്നുണ്ട്, അല്ല രവി, ഇന്നിപ്പോ ചന്ദ്ര പോയിട്ട് 10-16 ദിവസമായില്ലേ, ഇതുവരെ വരാറായില്ലേ? അന്ന് 15 ദിവസമല്ലേ പറഞ്ഞത്, ഇന്നിപ്പോ 16-ാമത്തെ ദിവസമായി, എന്നിട്ടും അവക്ക് തിരികെ വരാറായില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അമ്മേ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു, അവിടെ തന്നെ നിൽക്കാണ്, 3 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂന്നാ പറഞ്ഞത്. അതെന്താ 3 ദിവസം? എന്തോ ആ കൂട്ടത്തിൽ പോയ 19 പേരുണ്ടല്ലോ, എല്ലാവർക്കും 3 ദിവസം കൂടി യാത്രയൊക്കെ ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നതെന്ന്, അതുകൊണ്ട് അവരാരും തിരിച്ചില്ലെന്നാ പറഞ്ഞത് എന്ന് പറയാൻ കേട്ടോ. ആഹാ, അത് കൊള്ളാലോ, ഇവിടെ രേവതി മോള് വയ്യാതിരിക്കാണ്. ഞാൻ പോയ 3 ദിവസവും എങ്ങനെ ഉണ്ടായിരുന്നു? ആ ശ്രുതി എന്തെങ്കിലും ജോലി ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ രവി പറയാണ്, നല്ല കാര്യമായി, അമ്മ പോയതിന്റെ അന്ന് മുതലേ ശ്രുതി ഇവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതാ. രാവിലെ 7 മണിയാകുമ്പോൾ ഞങ്ങൾ ആരും കാണില്ല, വണ്ടി എടുത്തുകൊണ്ട് ഭാര്യയും ഭർത്താവും കൂടി ഇവിടുന്ന് ഒറ്റ വിടിയില്ല. പിന്നെ രാത്രി 9-10 മണിയാകുമ്പം അവർ പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ടാ ഇങ്ങോട്ടേക്ക് കയറി എഴുന്നത് എന്ന് പറയാണ്. ഓഹോ, അങ്ങനെയൊക്കെയായിരുന്നു സംഭവങ്ങള്, എങ്കിലേ ഞാൻ അവൾക്ക് കാണിച്ചു കൊടുക്കാം, ഈ കലാവധി ആരാണെന്നേ ഞാൻ അവളെ ശരിക്കും മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്ന് അച്ഛമ്മ പറയുന്നുണ്ട്. അച്ഛമ്മേ, ഇപ്പൊ ശ്രുതിയെ കാണിച്ചു കൊടുക്കലല്ല അത്യാവശ്യം, കലാവധി അമ്മ ആരാണെന്ന് വേറൊരാളെ നമ്മളിപ്പോ അറിയിക്കാൻ പോവാണ് എന്ന് പറയുമ്പോ, എന്താടാ, ആരെ കാണിക്കാനാ? നീ എന്താടാ വല്ല കൊട്ടേഷൻ പരിപാടി എടുത്തോ, എന്നെ കൊണ്ടുപോകണോ അടിക്കാനായിട്ട് എന്ന് ചോദിക്കാണ്. അതൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഭാമയാന്റിയുടെ വീടിന് മുമ്പില് വണ്ടി നിർത്താണ്. രവി ചോദിക്കുന്നുണ്ട്, എടാ ഇത് നമ്മുടെ ഭാമയുടെ വീടല്ലേ? അതേ അച്ഛാ എന്ന് പറയാണ്. അവരാരും ഇവിടെ ഇല്ലല്ലോ, അവർ ടൂർ പോയിരിക്കല്ലേ? അതൊക്കെ ഉണ്ടച്ചാ, ഇവിടെ വേറൊരാളുണ്ട് എന്ന് പറയുന്നുണ്ട്. ആരെയെന്ന് ചോദിക്കാണ്.
നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടൊന്ന് വന്നേ, പിന്നെ ചോദിക്കാം എന്നും പറഞ്ഞ് സച്ചി രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വന്ന് ബെല്ലടിക്കാം കേട്ടോ. ഭാമയാണെങ്കിലോ ഈ സമയത്ത് ഇപ്പൊ ആരാ എന്നും പറഞ്ഞ് കഥ തുറക്കാൻ പോകുമ്പം ചന്ദ്ര, അയ്യോ നമ്മളിവിടെ ഇല്ലെന്ന് അറിയാലോ, പിന്നെ എങ്ങനെ ആരാ ബെല്ലടിക്കുന്നേ? ഈ കറണ്ട് ബില്ലോ പാലോ പത്രോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. ഞാൻ ഡോറ് തുറക്കട്ടെ എന്നും പറഞ്ഞ് ഭാമ ഡോറ് തുറക്കുമ്പോൾ കാണുന്ന കാഴ്ച അച്ഛമ്മയും രവീന്ദ്രനും സച്ചിയും കൂടെ നിൽക്കുന്നതാണ്. ആകെപ്പാടെ ഷോക്കായി അപ്സെറ്റായി ഭാമ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ആരാ ഭാമ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര വന്ന് കഥ തുറന്ന് നോക്കാണ്. ആഹാ, നല്ല അന്തസ്സായുള്ള സീനല്ലേ. നമ്മുടെ ചന്ദ്രനെ അവിടെ കണ്ട് ഞെട്ടി നിൽക്കാണ് അച്ഛമ്മയും രവിയൊക്കെ. സച്ചി സംഭവം അറിഞ്ഞാണല്ലോ. നമ്മുടെ ചന്ദ്രയുടെ അവസ്ഥ പറയണ്ടല്ലോ, ആകെപ്പാടെ പ്ലിങ്ക് അടിച്ച് നിൽക്കാണ്. 5 മിനിറ്റ് മുമ്പേ ആണല്ലോ ഭർത്താവിനെ വിളിച്ചിട്ട് താൻ ഇപ്പോഴും രാമേശ്വരത്ത് നിൽക്കാണ്, തിരികെ ഇപ്പൊ വരുന്നില്ല എന്ന് കള്ളം പറഞ്ഞത്. എന്നിട്ട് ദാ മുമ്പിൽ നിൽക്കുന്നു. സച്ചി പറഞ്ഞിട്ട്, അച്ഛാ ദേ അച്ഛന്റെ ഭാര്യ, രാമേശ്വരത്തുള്ള ഭാര്യ ഇപ്പോഴല്ലേ വിളിച്ചു പറഞ്ഞത് ട്രിപ്പ് കഴിഞ്ഞില്ല, ഞാൻ വരുന്നില്ല എന്ന്. അച്ഛമ്മേ ഇപ്പൊ അച്ഛമ്മേനെ വിളിച്ച് അമ്മയെ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. അമ്മ വിളിച്ച് അച്ഛനോട് പറയാ ഞാനേ 2-3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട് അച്ഛാ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും മാമ അകത്തേക്ക് കയറി വാ എന്ന് പറയുമ്പോഴേക്കും 3 പേരും അകത്തേക്ക് കയറുന്നുണ്ട്. രവി ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രേ നീ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? നാട്ടിലേക്ക് വന്നിട്ട് നീ എന്തിനാ എന്നെ അറിയിക്കായിരുന്നേ എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് ചന്ദ്രയ്ക്ക് ഒരു ഐഡിയ എന്ന് പറയാണ്. അത് പിന്നെ ഞാനേ നിങ്ങൾക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ വന്നില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കില്ലല്ലോ, പ്രതീക്ഷിക്കാതെ വീട്ടിലേക്ക് വന്നേ ഒരു സർപ്രൈസ് തന്നെ ഇരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയാണ്, ആ ഐഡിയ ഒക്കെ മടക്കി പോക്കറ്റ് വെച്ചോ, ഞങ്ങൾ ആരും അതൊന്നും വിശ്വസിക്കില്ല കേട്ടോ അച്ഛമ്മേ. 2-3 ദിവസം കൂടി വീട്ടിലേക്ക് വരായിരുന്നാലേ ജോലി ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് എന്റെ അമ്മ കണ്ടെത്തിയ പുതിയൊരു ഐഡിയ ആയിരുന്നു ഇത് അല്ലെ അമ്മ എന്ന് ചോദിക്കാണ്. ചന്ദ്രനാണെങ്കിലോ ഒന്നും മിണ്ടുന്നില്ല. ഭാമയോട് അല്ല ഭാമയാൻറ്റി എന്ന് ചോദിക്കുമ്പോൾ സച്ചി മോനെ എന്ന് വിളിക്കാണ്. വേണ്ട വേണ്ട, നിങ്ങൾ രണ്ടുപേരും കിടന്ന് ഉരുണ്ട് കളിക്കൊന്നും വേണ്ട. അച്ഛാ ഞാനേ സ്റ്റാൻഡിൽ വെച്ച് ഇവരുടെ കൂടെ പോയ ഒരു നമ്മുടെ നാട്ടുകാരനെ കണ്ടിരുന്നു. അയാളും ഭാര്യയും മക്കളും എല്ലാം തിരിച്ചു വന്ന് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാ ഇവര് വന്നില്ലേന്ന്. അപ്പൊ ഇവരും വന്നിട്ടുണ്ട്, ഭാമയുടെ വീട്ടിൽ ഇറങ്ങിയെന്ന് അവരെന്നോട് പറഞ്ഞതാണെന്ന് പറയാണ്. ആരും പറയാൻ രഹസ്യമായിട്ടാണല്ലോ ഭാമയും ചന്ദ്രനെയൊക്കെ ഇത്രയൊക്കെ ചെയ്തത്, എല്ലാം ഫ്ലോപ്പായി. അപ്പോഴേക്കും അച്ഛമ്മ പറയാണ്, ഈ 15 ദിവസം നീ പോയപ്പോ നല്ലൊരു കാര്യത്തിലാണെന്ന് പറഞ്ഞാണ് ഞാൻ നിന്നെ പറഞ്ഞയച്ചത്. നീ പക്ഷെ അത് നിന്റെ മരുമകളെ നോക്കാതിരിക്കാൻ വേണ്ടി രക്ഷപ്പെടുന്നതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പോ അത് പൂർണ്ണ ബോധ്യമായി. ഇനി ഈ 15 ദിവസം നീ ഇവിടുന്ന് മാറിയെന്ന് രേവതി മോളെ ഒറ്റയ്ക്കാക്കി പോയതിന്റെ ശിക്ഷ മൊത്തമേ ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ നിനക്ക് തരാൻ പോവാണ്. ഇപ്പൊ മൊത്തം പറഞ്ഞാല് 2-2.5 ആഴ്ച മാത്രമേ മാറിയിട്ടുള്ളൂ. ഇനിയും 4 ആഴ്ച കിടക്ക രേവതി മോള് കാല് ശരിയാവാനായിട്ട്. അത്രയും നാളും നീ തന്നെ വേണം എല്ലാ ജോലിയും ചെയ്യാൻ എന്ന് പറയുമ്പോൾ ചന്ദ്രനാണെങ്കിൽ ഭാമയുടെ മുഖത്തേക്ക് ദയനീയ ഭാവത്തിൽ നോക്കുന്നുണ്ട്. വേണ്ട വേണ്ട, രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തതാണെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് പെട്ടിയും പ്രമാണമൊക്കെ എടുത്ത് പെട്ടെന്ന് ഇറങ്ങിക്കോ എന്ന് ചന്ദ്രയോട് വലിയ അച്ഛമ്മ പറയാണ്. അങ്ങനെ ചന്ദ്ര ബാഗൊക്കെ ആയിട്ട് പമ്മി വീഴുന്നുണ്ട് കേട്ടോ. ഭാമനെ ദയനീയ ഭാവത്തിൽ ഒന്ന് നോക്കുന്നുണ്ട്. ഭാമയും മറുപടിയായിട്ട് നോക്കാണ്. എന്നിട്ട് അച്ഛമ്മയുടെ പിന്നാലെ തന്നെ ബാഗ് എടുത്തുകൊണ്ട് ചന്ദ്ര വണ്ടിയിൽ കയറുന്നുണ്ട്. രവിയും സച്ചിയും കയറുകയാണ്. അങ്ങനെ അച്ഛമ്മയും കയറി ഡോർ അടിച്ചിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, എങ്ങളുടെ സച്ചിമോനെ നിന്നെ ഞാൻ സമ്മതിച്ചു, ഞങ്ങളിവിടെ വന്ന് ഇങ്ങനെ കണ്ടില്ലായിരുന്നെങ്കിലേ ഞങ്ങളുടെ ത്രില്ല് പോയേനെ. നീ ആദ്യം പറഞ്ഞ് നന്നായി, നിന്റെ അമ്മേനെ ഇങ്ങനെ കയ്യോടെ പിടിച്ച് കൊണ്ടുവന്ന് കാണാനേ നല്ല ഭംഗിയുണ്ട്. എന്തായാലും ചക്കിക്കത്ത് ശങ്കരൻ തന്നെയാ നിന്റെ അമ്മയ്ക്ക് പറ്റിയ അതേ മരുമകളെ വന്ന് കയറിയിരിക്കുന്നേ ആ ശ്രുതി എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരെല്ലാവരും ചന്ദ്രയും കൂട്ടിക്കൊണ്ട് നേരെ ചന്ദ്രലോകത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ വർഷ ആന്റി ഇന്ന് വരില്ലെന്ന് പറഞ്ഞല്ലേ എന്നിട്ട് വന്നോന്ന് ചോദിക്കുമ്പം സച്ചി പറഞ്ഞിട്ട് അതൊക്കെ വലിയൊരു കഥയാ വർഷേ, അതെന്താണെന്നേ എന്റെ അച്ഛമ്മ പറഞ്ഞു തരും എന്നും പറഞ്ഞ് അകത്തേക്ക് കയറാണ്. രേവതിയെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ അച്ഛമ്മ നിൽക്കുന്നതുകൊണ്ട് തന്നെ മോളെ അമ്പലത്തിൽ പോയി അമ്മ മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നല്ലവണ്ണം പ്രാർത്ഥിച്ചു. കാൽ എത്ര പെട്ടെന്ന് സുഖമാകാൻ വേണ്ടിയേ അമ്മ കുറെ വഴിപാടൊക്കെ കഴിച്ചു, ദേ പ്രസാദം എന്നും പറഞ്ഞിട്ട് പ്രസാദമൊക്കെ കൊടുക്കാം കേട്ടോ. രേവതി അതെല്ലാം വിശ്വസിച്ച് മേടിക്കാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, എങ്കിലും നിന്റെ ഐഡിയ കൊള്ളാം. വർഷ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛമ്മേ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പം നടന്ന സംഭവങ്ങളെല്ലാം പറയുന്നുണ്ട്. എങ്കിലും എൻ്റെ ആന്റി ഇത് വല്ലാത്ത ചതിയാ. ഇത്രയും കാലം ഈ വീടെല്ലാം നോക്കി നമ്മളെല്ലാം നോക്കി എല്ലാവരും പൊന്നുപോലെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയത് രേവതി ചേച്ചിയല്ലേ. ചേച്ചിക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ സഹായിക്കല്ലേ വേണ്ടത്, അതിനിങ്ങനെ ഒളിച്ചോടുവാണോ വേണ്ടേ എന്ന് ചോദിക്കാം കേട്ടോ. എന്തായാലും ഞാൻ കണ്ടോ എന്തുമാത്രം തിരക്കാനിക്കുള്ളത്. എന്നിട്ട് അവിടെ കരഞ്ഞ് കാല് പിടിച്ച് ഹാഫ് ഡേ ലീവൊക്കെ ചോദിച്ച് ഞാൻ ചേച്ചി നോക്കാനിരിക്കുക.
അപ്പോഴാണോ ആന്റി ഇമ്മാതിരി പണിയൊക്കെ കാണിക്കുന്നതെന്നും വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര പറയുന്നുണ്ട്, എല്ലാവരും ആയുസ്സിനും ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനാ ഞാൻ പോയത്, അല്ലാതെ ഈ വീട്ടിലെ പണി ചെയ്യാതിരിക്കാനല്ല എന്ന് പറയുമ്പം അച്ഛൻ പറയുന്നുണ്ട്. അച്ഛമ്മ പറയാണ്, ചന്ദ്രേ നിന്നെ കാണാൻ തുടങ്ങിയിട്ടേ 10-30 വർഷമായി. നീ എന്തെപ്പോ ചെയ്യുന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഞാനേ 2 ദിവസം അത്യാവശ്യമായിട്ട് പണിയുണ്ടായിരുന്നോണ്ടാ പോയിട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ എന്തായാലും നീ വന്നല്ലോ, ഇനിയിപ്പോ സമാധാനമായി. നിന്റെ മരുമോളെ ഞാനെല്ലാം ഏൽപ്പിച്ചിട്ട് പോയതാ. പക്ഷെങ്കിൽ അവളോ അവളുടെ തോന്നിവാസം നടക്കാ, അവൾ ഇങ്ങോട്ട് വരട്ടെ, ഇന്ന് അവൾക്ക് സുഖമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര ആകെപ്പാടെ നാണം കിട്ട് ചൂളിപ്പോയി കേട്ടോ. അവളുടെ മുറിയിലേക്ക് ചെല്ലുമ്പം രവി ചോദിക്കുന്നുണ്ട്, എന്തിനാ ചന്ദ്രേ നീ എന്നോട് പോലും കള്ളം പറഞ്ഞെന്ന് ചോദിക്കുമ്പം, രവിയേട്ടാ ഞാൻ പറഞ്ഞ സത്യമാണ്, നിങ്ങൾക്കൊക്കെ ഒരു സർപ്രൈസ് തരാൻ വേണ്ടി ഞാൻ ചെയ്തതാ. സച്ചിയും അമ്മയും കൂടെ വന്ന് അത് കൊളവാക്കിന്ന് പറയുമ്പം, ആയിക്കോട്ടെ, നിന്റെ ഇമാതിരിയുള്ള പ്രവൃത്തികൾ കാണുമ്പം ഞങ്ങൾക്കത് പ്രാങ്കായിട്ടല്ല തോന്നുന്നത്, നീ മനഃപൂർവ്വം ഇവിടെ നിന്ന് ഒഴിവായി നിൽക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണെന്നാ എനിക്ക് തോന്നുന്നത് എന്നും അവൻ പറയുന്നുണ്ടോ. അങ്ങനെ ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെപ്പാട് നാണക്കേടായല്ലോ. അടുക്കളയിലോട്ട് പോയി നോക്കുമ്പോഴേക്കും ശ്രീകാന്തും വർഷയും എല്ലാവരും കൂടി തല്ലിക്കൂട്ടായിട്ട് കുറച്ച് കറിയും ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ഛമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോ നിന്റെ യാത്രയെല്ലാം കഴിഞ്ഞില്ലേ, ഇത്രയും ദിവസം നല്ല റെസ്റ്റ് അല്ലായിരുന്നോ, ഇനിയിപ്പോ ഈ വീട്ടിലെ ജോലിയൊക്കെ നോക്കി ചെയ്യണം എന്ന് പറയാണ്. വർഷ പറയുന്നുണ്ട്, എങ്കിലും അമ്മ കാണിച്ചത് വല്ലാത്ത പണിയായി പോയി. ചേച്ചി ഇങ്ങനെ വയ്യാതിരിക്കുമ്പോഴാണോ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോ ചന്ദ്ര പറയുന്നുണ്ട്, സത്യമായിട്ടും ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല. വേണ്ട വേണ്ട ഒന്നും പറയണ്ട, കള്ളം വിളിച്ചിങ്ങോട്ട് പറഞ്ഞത് പോരാ, ഉണ്ടു കളിക്കാൻ നോക്കുന്നോ എന്ന് സച്ചി ചോദിക്കാണ്. അങ്ങനെ വന്ന പാടെ നമ്മുടെ ചന്ദ്രക്കിട്ട് അച്ഛമ്മ നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കാനൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സന്ധ്യ സമയമാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രുതിയാണെങ്കിൽ ഇവള് വന്ന ഒരു കാര്യം അറിയുന്നില്ല. 3 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞത്. ആ ഒരു ചിന്തയില് ശ്രുതിയെ കൂട്ടി കറങ്ങാൻ പോയിരിക്കുകയായിരുന്നു കേട്ടോ. രാത്രി അവൾ ആഹാരം കഴിച്ച് കളിച്ച് ചിരിച്ച് അകത്തേക്ക് കയറി വരുമ്പോ ആ കാഴ്ച കണ്ട് ശ്രുതി ഞെട്ടിപ്പോന്നുണ്ട് കേട്ടോ. ദാ സോഫയിൽ ഇരിക്കുന്നു നമ്മുടെ അച്ഛമ്മ, തൊട്ടടുത്തടുത്താ ചന്ദ്ര നിൽക്കാണ്. നിങ്ങൾ ഓർക്കുവാ, ഈശ്വര ഞാൻ കാണുന്നത് സ്വപ്നം വല്ലതും ആണോന്ന്. അങ്ങനെയുള്ള കണ്ണു തിരുമ്മിക്കൊണ്ട് ഒന്നുകൂടെ നോക്കുമ്പം അച്ഛമ്മ പറയുന്നുണ്ട്, സ്വപ്നമൊന്നും അല്ല, ഞാൻ തന്നെയാ. ഞാനേ ഒറ്റപ്പോക്ക് പോയെന്ന് നീ ഇങ്ങ് കരുതിയോ? ഞാൻ തിരിച്ചു വന്നു, നിന്നെയൊക്കെ നന്നാക്കാൻ ഞാനിവിടെ ഉണ്ടായില്ലേ പറ്റൂ എന്ന് ചോദിക്കാണ്. അമ്മ എന്നോട് 2-3 ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ പെട്ടെന്ന് പോകുന്നത്? തീർത്ഥാടനം കഴിഞ്ഞില്ല, 3 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂന്ന് അമ്മ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പം സച്ചി പറയാണ്, അമ്മയ്ക്ക് എന്ത് ചെയ്യാനാ, നമ്മളിന്ന് കാണാതിരിക്കാൻ വയ്യെന്ന്, അതുകൊണ്ടേ ഞാന് കുറച്ചു ദൂരം കഴിഞ്ഞ് പോയി കൂട്ടിക്കൊണ്ട് വന്നു എന്ന് പറയാണ്. അച്ഛമ്മ ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നിന്നോട് ഇവിടുന്ന് പോയപ്പോ ഞാൻ എന്ത് പറഞ്ഞിട്ടാ പോയത്? ഞാൻ പോയതിന്റെ പുറകെ നീ ഇറങ്ങിയതല്ലേ ഇവിടുന്ന്, എന്നിട്ട് രാത്രി എല്ലാരും ഉറങ്ങിയതിനു ശേഷം കയറി വന്ന് എല്ലാവരും ഉണരുന്നതിന് മുമ്പ് രക്ഷപ്പെടുകയും ചെയ്യാന്നല്ലടി എന്ന് ചോദിക്കാൻ വന്ന്. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛമ്മയെ ഞാൻ വേണ്ട ഒന്നും പറയണ്ട, ഈ തള്ള എങ്ങനാണോ അതേ സ്വഭാവമാണ് നിന്റെയും, രണ്ടുപേരും എന്തായാലും ചേരുമെന്ന് അച്ഛമ്മ പറയുന്നുണ്ട് കേട്ടോ. എല്ലാരും സച്ചിയുടെ കൈയോടെ പിടിച്ചല്ലോ, സച്ചിയുടെ പൊളിയാ എന്ന് വർഷ പറയുമ്പോ, ഇനി കാണാൻ കിടക്കുന്നല്ലേ ഉള്ളൂ വർഷേ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നീലിമയാണെങ്കിൽ പതിവ് പോലെ വീണ്ടും സച്ചിനെ ഓട്ടം വിളിക്കാണ്. അങ്ങനെ നീലിമേനയും കൊണ്ട് സച്ചി ഒരു ഇങ്ങനെ വഴിയോര കടകളിലൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോയി ഇങ്ങനെ നിൽക്കായിരിക്കും കേട്ടോ. ഞാൻ ഇപ്പോൾ വരാനും പറഞ്ഞിട്ട് സച്ചി പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഈ സമയത്ത് നീലിമ അവിടെ നിന്ന് ഫോണിൽ ഇങ്ങനെ ഞോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. നമ്മുടെ ദേവുവിന്റെയും അമ്മയുടെയും കടയുടെയും അടുത്തുകൊണ്ടെന്നാണ് വണ്ടി സച്ചി നിർത്തിയിട്ടത്. അപ്പോഴേക്കും ദേവു അകത്തിരിക്കുന്ന നീലിമേനെ കാണുകയാണ്. അവൾ ഓർക്കുന്നുണ്ട് പണ്ട് സുധീരുടെ കൂടെ ബൈക്കിനൊക്കെ പോകുന്ന ആ നീലിമയുടെ മുഖത്തെക്കുറിച്ച്. എന്നിട്ട് ഓർക്കുന്നുണ്ട്, ഇതോ നീലിമ തന്നെയാണല്ലോ എന്ന് മനസ്സിലോർക്കാണ്. അങ്ങനെ വന്നിട്ട് സച്ചിയോട് വന്നിട്ട് ദേവ് ചോദിക്കാണ്, സച്ചിയേട്ടാ ആ വണ്ടി ഇരിക്കുന്നത് ആരാന്ന് ചോദിക്കുമ്പം എന്റെ ഒരു കസ്റ്റമർ ആണെന്ന് പറയുന്നുണ്ട്. അത് നീലിമയാണോ എന്ന് ചോദിക്കുമ്പം അതെ നീലിമയാണ്, മേഡത്തെ നിനക്കെങ്ങനെ അറിയാം എന്ന് ചോദിക്കാണ്. സച്ചിയേട്ടാ ഇത് ആരാണെന്ന് അറിയുമോ എന്ന് ചോദിക്കുമ്പോ ആരാ, എന്താ എന്താ ദേവു എന്ന് ചോദിക്കാണ്. സച്ചിയേട്ടാ ഇതാ മറ്റവള്. ഏത് മറ്റവള്? പണ്ടേ സുധിയേട്ടന്റെ കയ്യിന്ന് 50 ലക്ഷം രൂപ ക്യാഷ് അടിച്ചുകൊണ്ട് കാനഡയ്ക്ക് മുങ്ങിയില്ലേ, ആ പെണ്ണായത് എന്ന് പറയുമ്പം സച്ചി ചോദിക്കാണ്, എന്തൊക്കെയാ ദേവു നീ പറയുന്നേ? അതെ സച്ചിയേട്ടാ ഞാൻ ഇവരെ കണ്ടുള്ളതാ, പണ്ട് സുധിയേട്ടനോട് ബൈക്കിലും സുധിയേട്ടനോട് പലതവണ ഞാൻ ഇവരെ കണ്ടിട്ടുണ്ട്, എനിക്ക് ഇവരെ അറിയാം സച്ചിയേട്ടാ, ഇതാ അവർ തന്നെയാ, പേര് നീലിമ എന്നല്ലേ എന്ന് ചോദിക്കുമ്പം അതേത് പറയാണ്. സച്ചിയേട്ടൻ ഒന്ന് ചോദിച്ചു നോക്കിക്കേ എന്ന് പറയാൻ കേട്ടോ. സച്ചിയും ദേവവും കൂടി വണ്ടിയുടെ അടുകിലേക്ക് വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്,
നിന്റെ പേര് നീലിമാന്നല്ലേ എന്ന് ചോദിക്കുമ്പം എന്താ സച്ചി ഇങ്ങനെയൊക്കെ പറയുന്നേ, എന്റെ പേര് നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കാണ്. അതല്ല ഞാൻ ചോദിച്ചത്, സുധീരെ ഫോട്ടോ കാണിച്ചിട്ട് ഇവനെ നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പം എനിക്കറിയാം ഇവൻ സച്ചിൻ ആരാ എന്ന് ചോദിക്കുമ്പം ഇവൻ എന്റെ ഏട്ടനാണെന്ന് പറയുന്നുണ്ട്. നീലിമയോട് ഒന്നിങ്ങോട്ട് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. നീലിമ വണ്ടിയിൽ ഇറങ്ങാണ്. സച്ചി ചോദിക്കുന്നുണ്ട്, എന്റെ അച്ഛന്റെ 50 ലക്ഷം രൂപ അടിച്ചോണ്ട് പോയ കള്ളി നീയാണെന്ന് ചോദിക്കാണ്. നീലിമ ഒന്നും മിണ്ടാ തുറച്ചു നോക്കായിരിക്കും കേട്ടോ. സച്ചി ചോദിക്കുന്നുണ്ട്, സത്യം പറ നീയാണെന്ന് ചോദിക്കാണ്. അതെ ഞാൻ തന്നെയാണെന്നും നീലിമ പറയാ കേട്ടോ. ദേവുവാണെങ്കിൽ സച്ചിനിങ്ങനെ നോക്കാണ്. സച്ചി പറയുന്നുണ്ട്, ഇത്രയും ദിവസം നിന്നെ ഒരുപാട് ബഹുമാനത്തോടെയാ ഞാൻ കണ്ടോണ്ടിരുന്നത്. എന്റെ അച്ഛൻ 30 വർഷം വളയം പിടിച്ചുണ്ടാക്കിയ കാശ നീ അടിച്ചോണ്ട് പോയത്, ആ മഹാഭാവി കൊണ്ട് നിന്റെ തന്നത് എന്നൊക്കെ പറയുമ്പോ നീലിമ പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ അവന്റെ അത് നേരത്തെ തിരികെ കൊടുത്തിരുന്നു എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട്, വേണ്ട ഇനി കള്ളൊന്നും പറയണ്ട, അവന്റെ കാശ് അടിച്ചോണ്ടാണല്ലോ നീ കാനഡയ്ക്ക് പോയത്, മര്യാദയ്ക്ക് ഞങ്ങളുടെ ക്യാഷ് തിരിച്ചതാ. അതെ എന്റെ അച്ഛന്റെ പണവാ അവന്റെ അല്ല എന്ന് പറയുമ്പോ നീലിമ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ സത്യമാണ് സച്ചി, ആ പണം ഞാൻ തിരികെ കൊടുത്തു. നിന്നോട് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ പറയുന്നില്ലേ എന്റെ പണം 2 പേര് കൂടി കൊണ്ടുപോയിന്ന്. അതാരെന്നറിയോ, നീ പറഞ്ഞ ഏട്ടനും അവന്റെ ഭാര്യയും കൂടിയാണ് എന്ന് പറഞ്ഞു കേൾക്കുമ്പം സച്ചി ഒന്നുകൂടെ ഷോക്കാവാണ്. അതെ ഞാൻ പറഞ്ഞത് ശരിയാ, കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ നീനൊരു പാർലറിൽ കൊണ്ട് ഇറക്കി വിട്ടില്ലേ, അങ്ങനെ അന്ന് പാർലറിൽ സംഭവിച്ച കാര്യങ്ങളും പോലീസ് സ്റ്റേഷനിലേക്ക് പോയതും അവിടെ വെച്ച് ആ പണം കൈമാറിയതും എല്ലാം പറയാണ്. അതുപോലെ തന്നെ ഇത്തവണ ആ രജിസ്ട്രേഷൻ നടക്കാതെ പോയതും അതിനുശേഷം പാർക്കിൽ വെച്ച് കടത്തിക്കൊണ്ട് പോണതും പിന്നെ നീലിമേന് ശ്രുതിയെ വിളിച്ചിട്ട് പണം ആവശ്യപ്പെട്ടതും അങ്ങനെ എല്ലാ കാര്യങ്ങളും നീലിമ ചോദിക്കും പറയുമ്പോ നീലിമയോട് സച്ചി ചോദിക്കാണ്, അപ്പോ അവനെ കടത്തിക്കൊണ്ട് പോയത് നീലിമയാണോ എന്ന് ചോദിക്കാണ്. അതേന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട്, അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ ഗോഡൌണിലേക്ക് വന്നത് ഞാനാണ് എന്ന് പറയാൻ കേട്ടോ. സച്ചിയാണോ അങ്ങോട്ടേക്ക് വന്നത്? 5 മിനിറ്റ് മുമ്പെയാണ് അവിടെ ഞാൻ ഇറങ്ങി മറ്റുള്ള കാണാനായിട്ട് പോയത്. തിരിച്ചു വന്നപ്പോ ആറാണ്ടൊക്കെ വന്ന് സുധിയെ രക്ഷിച്ചുകൊണ്ട് പോയെന്ന് ആ ഗുണ്ടകള് പറഞ്ഞു പറയുമ്പം വേറെ ആരും വന്നില്ല, ഞാൻ മാത്രമേ വന്നുള്ളൂ എന്റെ ഏട്ടനെ രക്ഷിക്കാൻ എന്നും പറയുന്നുണ്ട്. സച്ചി എനിക്ക് ആവശ്യം പണമാ, സംഭവിച്ചതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ രജിസ്ട്രേഷൻ നടക്കാത്തതിന്റെ കാരണം അവർ രണ്ടുപേരുമാ. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ ശരിയാവും നീലിമേ, അത് എന്റെ അച്ഛന്റെ പണമല്ലേ, അത് അവൻ കട്ടോണ്ടൊന്നും നിന്റെ തന്നു, നീ അത് കട്ടോണ്ട് പോയി തിരികെ അത് അവര് മേടിക്കുകയും ചെയ്തു, ഇതിലെന്താ തെറ്റുള്ളത് എന്ന് ചോദിക്കുമ്പം നീലിമ പറയാണ്, എന്റെ രജിസ്ട്രേഷൻ നടക്കാതെ പോയതിന്റെ കാരണം അവർ രണ്ടുപേരാണെന്ന് പറയുമ്പോ സച്ചി പറയുന്നുണ്ട്, അതിന്റെ കാര്യത്തിനൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം എന്ന് സച്ചി പറയാണ്. വീട്ടിലെ അവസ്ഥകളും കാര്യങ്ങളും ആ പണത്തെക്കുറിച്ചും എല്ലാം സച്ചി പറയുന്നുണ്ട്. നീലിമ അവളുടെ കാര്യങ്ങളും പറയാം കേട്ടോ. എന്നിട്ട് നീലിമ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയുടെ ഏട്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല സച്ചി, എന്തായാലും എൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യം നീ ഓക്കെ ആക്കി തരാമെന്ന് പറഞ്ഞല്ലോ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കാര്യവും ഞാൻ ഏറ്റു എന്ന് പറയാണ്. അങ്ങനെയെങ്കിൽ വീട്ടിൽ വന്ന് എല്ലാവരോടും ഈ സത്യങ്ങളൊക്കെ പറയണമെന്നും സച്ചി പറയാൻ കേട്ടോ. അങ്ങനെ നീലിമ അതിന് സമ്മതിക്കാണ്. അങ്ങനെ നീലിമയും സച്ചിയും കൂടെ നേരെ ചന്ദ്രോദയത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെയാണെങ്കിലോ ശ്രുതിയൊക്കെ ആണെങ്കിൽ കറങ്ങാനൊക്കെ പോയിരിക്കാണ്. അങ്ങനെ അച്ഛമ്മ വന്നല്ലോ, അങ്ങനെ അച്ഛമ്മയെ കണ്ടൊരു ഷോക്കായൊക്കെ നിന്നല്ലോ. അങ്ങനെ അച്ഛമ്മ വന്നതുകൊണ്ട് തന്നെ ആ ദിവസം നമ്മുടെ ശ്രുതിയെ ഒന്നും പാർലറിലേക്ക് വിടുന്നില്ല കേട്ടോ. ശ്രുതി അകത്ത് തന്നെ നിൽക്കായിരിക്കും. ഈ സമയത്ത് സച്ചി അകത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല പാർലറെടുത്തി അച്ഛൻ്റെ 50 ലക്ഷം എന്തായെന്ന് ചോദിക്കാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ എന്തായിപ്പോ വന്ന് ഇങ്ങനെ ചോദിക്കുന്നത്, അത് നീലിമ കൊണ്ടുപോയില്ലേ, ഞങ്ങളുടെ കിട്ടുമ്പം ഞങ്ങളെ തരും എന്ന് പറയാൻ കേട്ടോ. എങ്കിലേ നിങ്ങൾ എല്ലാരും കേട്ടോ, അച്ഛന്റെ കാശുണ്ടാ ഇവരാ ഷോറൂം തുടങ്ങിയത് എന്ന് പറഞ്ഞു കേട്ട് ഞെട്ടി നിൽക്കാണ് ശ്രുതി ചോദിക്കാണ്, നീ എന്തൊക്കെ പൊട്ടത്തരായി പറയുന്നത്, എന്റെ അച്ഛൻ വെച്ച് കാശുണ്ടാ ആ ഷോറൂം തുടങ്ങിയത്, മിണ്ടിപ്പോവരുത്, കള്ളമെല്ലാം പറഞ്ഞിട്ട് വീണ്ടും ചിലക്കുന്നോ എന്ന് സച്ചി ചോദിക്കാം കേട്ടോ. അച്ഛമ്മ ചോദിക്കാണ്, എന്താ മോനെ എന്താ കാര്യം ചോദിക്കുമ്പം സച്ചി പറയാണ്, ഇവള് പേരും കള്ളി അച്ഛമ്മേ, ആ പണം ഇവരുടെ കയ്യിൽ നേരത്തെ തിരികെ കിട്ടിയതാണെന്ന് പറയുമ്പോ ശ്രുതി ചോദിക്കാണ്, നീ എന്തൊക്കെയാടായി പറയുന്നേ എന്നൊക്കെ പറയുമ്പോ ഞാനേ ആളെ നേരിട്ട് കൊണ്ടുവരാം എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ നീലിമ അകത്തേക്ക് കയറി വരികയാണ്. നീലിമയെ കണ്ടപാടെ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് നീലിമ പറയുന്നുണ്ട്, ഞാനാണ് ഈ ശ്രുതി പറഞ്ഞ ആ നീലിമ, നിങ്ങളുടെ അച്ഛൻ്റെ പണവുമായി മുങ്ങിയ നീലിമ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. അഹങ്കാരി, നീ അല്ലടി എൻ്റെ മോനെ കളിപ്പിച്ച് പണവും കൊണ്ട് പോയത് എന്നൊക്കെ പറയുമ്പോൾ ഇവന്റെ സ്വഭാവത്തിന് ആരാണെങ്കിലും കളിപ്പിച്ചു പോകും. ഇവന്റെ അച്ഛനെ വരെ പറ്റിച്ച ഇവൻ എന്നെ പറ്റിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഇവന് കാശ് മാത്രമാണ് ആവശ്യം, അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഇട്ടിട്ട് പോയത് എന്നും
അവിടെ നീലിമ പറയാൻ കേട്ടോ, ഞാൻ ഇവരുടെ കയ്യിൽ നേരത്തെ ക്യാഷ് കൊടുത്തെന്നും നീലിമ പറയുന്നുണ്ട്. അന്ന് വന്നതും ഇവര് പിടികൂടിയതും മറ്റേ പാർലർ വെച്ച് പണം കൊടുത്തതും എല്ലാ കാര്യങ്ങളും ഇവനെ കടത്തിക്കൊണ്ട് പോയത് സഹിതം എല്ലാം നീലിമ പറയാണ്. ഇത് കേട്ട ആകെപ്പാടെ ശ്രുതിയൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കാം കേട്ടോ. അങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വന്നിട്ട് നീലിമ പറയുന്നുണ്ട് ഇതുപോലെ പണം തിരികെ കൊടുത്ത കാര്യം. എന്നിട്ട് നീലിമ പറയാണ്, സച്ചിയുടെ ഏട്ടനാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇവരെ ഞാൻ വെറുതെ വിടുന്നത്. അല്ലെങ്കിൽ രണ്ടിനെയും ഞാൻ കാണിച്ചു തന്നേനെ. സച്ചി എനിക്കൊരു ഉപകാരം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പണം ഞാൻ വേണ്ടെന്ന് വെക്കാണ് എന്നും പറഞ്ഞിട്ട് നീലിമ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ശരി സച്ചി, ഞാൻ നിന്നെ വിളിക്കാം എന്നും പറഞ്ഞിട്ട് നീലിമ അവിടെ നിന്ന് ഇറങ്ങാണ്. നടന്ന സംഭവങ്ങളെല്ലാം തന്നെ നീലിമ എല്ലാവരോടും പറഞ്ഞല്ലോ. ചന്ദ്ര പോയിട്ട് ശ്രുതിയോട് ചോദിക്കാണ്, ആണ്ട ശ്രുതി സത്യമാണേ കേൾക്കുന്നതൊക്കെ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ അമ്മേ എന്ന് പറയുമ്പോഴേക്കും ഒറ്റ അടി കേട്ടോ ശ്രുതിയുടെ കവളത്ത്. നീ എന്നോടും കള്ളത്തരം പറയാൻ തുടങ്ങിയല്ലേടാ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛനും അച്ഛമ്മയൊക്കെ ചോദിക്കാണ്, സത്യമാണോ ഇതൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി അടി സഹിക്കാതെ പറയുന്നുണ്ട്, അമ്മേ എല്ലാത്തിനും കാരണക്കാരി ഈ ശ്രുതിയാ. ഞാൻ പറഞ്ഞതാ പണം വീട്ടിൽ കൊണ്ടുവരാന്ന്. ശ്രുതിയാ പറഞ്ഞത് വേണ്ട നമുക്ക് ഷോറൂം തുടങ്ങാന്ന് എന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി അടി സഹിക്കാതെ ശ്രുതിയെ ഒറ്റ കൊടുക്കുന്നുണ്ട്. പിന്നെ പറയണോ, നമ്മുടെ ശ്രുതിനെ എടുത്തിട്ട് പൊതിക്കാണ് ചന്ദ്ര. തലങ്ങും വിലങ്ങും ഒക്കെ തല്ലുന്നുണ്ട്. നീ എന്നെ കബളിപ്പിക്കുകയായിരുന്നല്ലേടി എന്നൊക്കെ ചോദിക്കാട്ടോ. അച്ഛമ്മയാണെങ്കിലും നല്ല വഴക്ക് പറയുന്നുണ്ട് കേട്ടോ. ഇത്രയും നാളും എൻ്റെ മകൻ കഷ്ടപ്പെട്ട പൈസ രണ്ടുപേരെങ്കിലും തിരികെ കിട്ടിയിട്ടും ആരോടും പറയാതെ രണ്ടുപേരും കൂടി അത് മറച്ചു വെക്കാന്നല്ലേ എന്നൊക്കെ അച്ഛമ്മയും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി പറയാണ്, എന്തായാലും അച്ഛാ ഇനിയിപ്പോൾ അച്ഛൻ ടെൻഷനിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ്റെ പണം കൊണ്ടല്ലേ ഇവർ ആ ഷോറൂം തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇനി മുതൽ അച്ഛനാണ് അതിൻ്റെ ഓണർ എന്ന് പറയുമ്പം ശ്രുതി പറയാണ്, ഒന്നും ശരിയാവില്ലാന്ന്. അപ്പോഴേക്കും അച്ഛമ്മ ചോദിക്കാണ്, എന്താണ് ശരിയായില്ല? എൻ്റെ മകൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശും കൊണ്ടല്ലേ ആ ഷോറൂം തുടങ്ങിയത്. അപ്പൊ അതിന്റെ അവകാശി എന്റെ അച്ഛൻ തന്നെയാ. അച്ഛമ്മേ 50 ലക്ഷത്തിന് പകരവേ 5 ലക്ഷം രൂപ പലിശകൾ കൂട്ടിയാ ഇവള് മേടിച്ചിരിക്കുന്നേ. ഇവളെ പക്കാ ഫ്രോഡാണെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ശ്രുതിയാണെങ്കിൽ ആകെപ്പാടെ ചമ്മി നാണം കെട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഈ കള്ളത്തരം ഡിസ്ക്ലോസ് ആവുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ദേവു നീലിമനെ കണ്ടുപിടിച്ച് സച്ചിയോട് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി അവളോട് തന്നെ നേരിട്ട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് നീലിമനെ അങ്ങോട്ട് വീട്ടിലേക്ക് എത്തും. അങ്ങനെ നീലിമ അവിടെ വെച്ച് പ്രൂഫ് സഹിതം സ്റ്റേഷനിൽ വെച്ച് ഈ പണം തിരികെ കൊടുത്ത സഹിതം എല്ലാം ഇവരോട് തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലുള്ള എല്ലാവരെയും നീലിമ സത്യങ്ങളെല്ലാം അറിയിക്കുകയാണ്. അപ്രകാരം നമ്മുടെ സച്ചിയാണെങ്കിൽ ആ ഒരു ഷോറൂം തന്നെ ചന്ദ്ര എന്നുള്ള പേര് മാറ്റി അച്ഛന്റെ പേരിലേക്ക് അച്ഛമ്മയുടെ പേരിലേക്ക് മാറ്റിയിട്ട് ആ ഒരു ഷോറൂം അച്ഛന്റെ കയ്യിലേക്ക് കൊടുക്കാണ്. അങ്ങനെ എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞ് ശ്രുതിയും ആകെപ്പാടെ നാണം കിട്ടും നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയുമാണ് തമിഴിൽ നടന്നിട്ടുള്ള ഒരു സംഭവം കേട്ടോ. നമ്മുടെ നീലിമയാണ് എന്ന് നമ്മുടെ സച്ചി കണ്ടെത്തുന്ന ആ ഒരു സീൻ കേട്ടോ. അപ്പം ഇങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. എന്തായാലും ഇതുപോലുള്ള സ്റ്റോറീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.